വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രാരംഭക്കാരാ. നീ കർത്താവിൽ പക്വതയാർന്ന വിശ്വാസ നിലയിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരെ എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും ദൈവം സ്നേഹമുള്ളവനാണ്. ഞാൻ കർത്താവിനെ കണ്ടില്ലെങ്കിലും കർത്താവിനെ കണ്ടാലും മതി എന്ന് അത്രയും ദൈവത്തിന് സ്നേഹമുണ്ടെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ചില കാര്യങ്ങള് വ്യഗ്രതകൾ കാരണം, രോഗത്തിന്റെ സങ്കടങ്ങൾ കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും വയ്യാണ്ട് അവസ്ഥകള് വന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവേ അങ്ങേ കാണാനുള്ള എന്റെ കണ്ണുകള് അടഞ്ഞു തന്നെ ഇരുന്നു. എങ്കിലും അങ്ങ് എന്നോട് ചോദിക്കുന്ന സ്നേഹവും കരുതലും ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടാം ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടാം ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ഇതാണ് കർത്താവ്. നിന്റെ കാര്യം നിനക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ കാണാനുള്ള കാഴ്ച പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയാകാം. കണ്ണു തന്നെ അടഞ്ഞിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ജീവിത പ്രശ്നങ്ങൾ കൂടിയാൽ മതി, കർത്താവിനെ കാണാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് കണ്ണടഞ്ഞു പോകും. സാമ്പത്തിക കടങ്ങൾ കൂടിയാൽ മതി, കർത്താവിനെ കാണാൻ പറ്റത്തില്ല. രോഗങ്ങൾ മൂർച്ഛിച്ചാൽ മതി, കർത്താവിനെ കാണാൻ പറ്റത്തില്ല, കണ്ണടഞ്ഞു പോകും. ചില പറയില്ല, അലക്ക് കഴിഞ്ഞിട്ട് കുടി പോകാൻ നേരമില്ലെന്ന്. അത് പറഞ്ഞ പോലെ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. എന്തിന് പള്ളിയിൽ പോകണം, എന്നാത്തിന് പ്രാർത്ഥിക്കണം. ഇപ്പം നമ്മൾ അല്പമെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിവുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ, കൃപയുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവ് പറയും, നീ ഇങ്ങനെ പള്ളിക്ക് ഓടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും. ആകപ്പാടെ അന്ധത കയറി വരും, അന്ധകാരം കയറി വരും. ഇപ്പം കണ്ണ് കാണാമെങ്കിൽ ഇരുട്ടാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പുറത്തുള്ളവരെ കാണാൻ പറ്റത്തില്ലല്ലോ. അന്ധത അങ്ങനെയും വരാം. നമുക്ക് കണ്ണ് കാണാം, വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഇരുട്ടാണ്. എന്താണ്? കടങ്ങളുടെ ഇരുട്ട്, കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങളുടെ ഇരുട്ട്. ഇങ്ങനെ ഒരു ഇരുട്ടിലാണ് നീ എന്ന് വിചാരിച്ചോ. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിന് നിനക്ക് കാണാൻ പാടില്ല. അപ്പോഴെൻ്റെ മകൾ, എൻ്റെ മകൻ
കർത്താവിൻ്റെ സ്നേഹത്തെ വിശ്വസിക്കണം. അതൊരു കൃപയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിന് മുന്നിലെ ഇരുട്ടാണെങ്കിലും ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിലും ഇരുട്ടാണെങ്കിലും കർത്താവേ എന്നെ കരുതണ, എന്റെ മേൽ അവിടുത്തെ കാരുണ്യത്തിന്റെ കൈകൾ നീട്ടാൻ കാത്തു നിൽക്കുന്ന കർത്താവാണ് എനിക്കുള്ളതെന്നുള്ള ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ജീവിക്കുന്നവനായ ദൈവമേ, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിനെ ഇപ്പോൾ അടിക്കടി ഓരോരോ കാലങ്ങളിൽ നിനക്ക് അടിക്കടി ഒരു തകർച്ച വല്ലെന്ന് വിചാരിച്ചോ? ഇതൊക്കെ സാധ്യമാണ് ഈ ലോകത്ത്. നമ്മുടെ മൂക്ക് കണ്ട 2 ദ്വാരമുണ്ട് നമുക്ക്. മൂക്കിന് നല്ല സുഗന്ധങ്ങൾ വരും. കർത്താവ് എന്തിനാണ് മൂക്ക് കൊണ്ടുവന്ന് വായിലെടുത്ത് വെച്ചിരിക്കണേ? മര്യാദക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനാണ്. ഒരു ഭക്ഷണം വായിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ മൂക്ക്, അതിൻ്റെ മണം ബ്രെയിനിലെത്തി ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊതിയുണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിപ്പിച്ച് നമ്മളെ ആരോഗ്യമാക്കും. പക്ഷെ ആ മൂക്കിലൂടെയാണ് മോശം ഗന്ധങ്ങൾ വരണത്. അതും ഈ മൂക്കിലൂടെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുമ്പോൾ അയ്യ നമ്മൾ വെക്കും. ഒഴിവാക്കാൻ പറ്റത്തില്ല. മോശം ഗന്ധം ഇപ്പോൾ സ്ഥലത്തെ വീട്ടിൽ എത്തുമ്പോൾ എലി ചത്ത് കിടക്കണം, അയ്യോ ഇവിടെ എന്തോ മണം ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ അത് മൂക്കിലൂടെയാണ്. ആ എലിയെ കളയാൻ വേണ്ടിയാണ് മൂക്ക് ഡിക്റ്റേറ്റ് ചെയ്യണത്. അതും കർത്താവിൻ്റെ പരിപാലന ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ അടിക്കടി വരുമല്ലേ ചില സമയത്ത്, ഇല്ലേ? നല്ല അനുഭവങ്ങൾ വരും അല്ലേ? കുഞ്ഞുങ്ങൾ ജയിക്കും, അവർക്ക് ജോലി കിട്ടും അല്ലേ? അവന് വീട് വെക്കാൻ പറ്റും അല്ലേ? കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കും, ഒക്കെ നല്ല അനുഭവങ്ങൾ വരും. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, വീട് വെച്ച് ഒരവസ്ഥയിൽ നടത്തി, പിറ്റേ ആഴ്ച അവിടെ വീട്ടിൽ കല്യാണം, അടുത്ത കൊല്ലം അവിടെ വീട്ടിൽ ജ്ഞാനസ്ഥാനം. അപ്പം നല്ല അനുഭവങ്ങൾ വരും. അത് നല്ല അനുഭവങ്ങൾ പോലെ തന്നെയാണ് ക്യൂ ആയിട്ട് മോശം അനുഭവങ്ങൾ വരും. നല്ല അനുഭവങ്ങൾ പോലെ തന്നെ ഇപ്പം മൂക്കിന് സുഗന്ധങ്ങൾ അനുഭവിക്കണ പോലെ തന്നെ ദുർഗന്ധങ്ങൾ അനുഭവിക്കണ പോലെ തന്നെ ഈ ലോകത്ത് ഇതെല്ലൊക്കെ ഉണ്ട്. ഈശോ ഒരു വാക്ക് പറഞ്ഞില്ലേ, വിളമ്പണത് ഭക്ഷിക്കണം. നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വസിക്കുന്ന സ്ഥലമാണല്ലോ വീട്, നീ എവിടെയാണ് വസിക്കണം അവിടെ വാസസ്ഥലങ്ങളിൽ നിന്ന്, ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ഈറ്റ് വാട്ട് എവർ ഈസ് ഗിവൺ. എന്താണ് നിനക്ക് വിളമ്പി തരണത്? കണ്ടില്ലേ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത് ഭക്ഷിക്കുക. വിളമ്പണത് ഭക്ഷിക്കുക.
ഇത് തന്നെ അനുഭവങ്ങളിലും പറയാനുള്ളത്. അനുഭവങ്ങൾ തന്നെയാണ് വരുന്നത്. നല്ല അനുഭവങ്ങൾ വരുമ്പോൾ നല്ല അനുഭവങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. നീ വിശ്വാസിയായതുകൊണ്ട് മോശാനുഭവങ്ങളാണ് വരുന്നതെങ്കിൽ അതും സന്തോഷത്തോടെ സ്വീകരിക്കണം. ആരുടെ നാമത്തിൽ? ഈശോയുടെ നാമത്തിൽ. ഈശോയുടെ നാമം വന്നപ്പോഴാണ് ഈ മോശം എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഇല്ലാണ്ടായത്. കാര്യം എല്ലാ മോശാനുഭവങ്ങളെയും നല്ല അനുഭവങ്ങളാക്കണത് ഈശോയുടെ നാമമാണ്. ജീവിതത്തിലെ എല്ലാ മോശാനുഭവങ്ങളെയും അത് ഈശോൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടണമെന്ന് ഉള്ള ബോധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആർക്കാണെന്നറിയാവോ? വിശുദ്ധ യോഹന്നാനെയാണ്. അങ്ങനെയാണല്ലോ അന്ത്യത്താഴത്തിൽ നെഞ്ചത്ത് കിടന്നതും കർത്താവിൻ്റെ കുരിശിന് ചുവടെ നിന്നതും ഒരേ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം നല്ല അനുഭവങ്ങളായതെന്ന് അറിയാം, മോശാനുഭവങ്ങളും അറിയാം. അങ്ങേര് തന്നെയാണ് സമരിയയിലേക്ക് പോകും വഴി സമരിയക്കാർ തടഞ്ഞതും അതിൻ്റെ പ്രക്ഷുബ്ധമായ അവസ്ഥ അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തീ ഇറക്കാൻ പ്രാർത്ഥിക്കട്ടെയോ, ഞങ്ങൾക്ക് അധികാരം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടതും ഈ സെയിം പേഴ്സണാണ്. ദാറ്റ് മീൻസ് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളെ കർത്താവിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ എല്ലാ കാലാവസ്ഥയിലെയും കടന്നുപോയ ഒരു മനുഷ്യനാണ് വിശുദ്ധ യോഹന്നാൻ. അപ്പം അദ്ദേഹം സുവിശേഷം എഴുതിയപ്പോഴേ ജീവിതാനുഭവങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് കണ്ടതെന്ന് ആദ്യമേ എഴുതിയിട്ടുണ്ട്. വചനത്തെ അധിഷ്ഠിതമായി ജീവിതത്തെ സമീപിക്കാൻ ആമുഖത്തിൽ പറയുന്ന മനുഷ്യനാണ്. അതാണ് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണെന്ന് പറയുന്നത്. യോഹന്നാൻ 1:3 നമ്മൾ വായിക്കണമല്ലേ? വിശുദ്ധ യോഹന്നാൻ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്. എന്നിട്ട് നമ്മൾ നോട്ടൊക്കെ എഴുതുമ്പോൾ 25 രൂപ എന്ന് പറഞ്ഞൊരു ബാറടിക്കത്തില്ലേ? ആരും എഴുതി ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഉണ്ടായിട്ടുള്ളത് അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 എൻ്റെ പേര് ശാലു എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമാണ്. ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി രൂപതാംഗമാണ്. കാഞ്ഞൂർ ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2025 മെയ് 7-ാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറയാൻ തുടങ്ങുകയാണ്. കാരണം എനിക്ക് യാതൊരു യോഗ്യതയില്ലാത്ത ആളായിരുന്നു. എന്നെ മാതാവ് ഈ ആൾക്കാരെ നിർത്തി സാക്ഷ്യം പറയിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ എന്താ പറയുക, ഒരു വലിയ അനുഗ്രഹം എൻ്റെ പേരിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് 2022 ജനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു 6 months കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നോർമൽ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത പ്രഗ്നൻസി സ്റ്റേജ് ആയിരുന്നു എൻ്റേത്. യാതൊരു കുഴപ്പമില്ലാതെ 2023 മെയ് 21-ാം തീയതി എൻ്റെ മോൻ എനിക്ക് ഉണ്ടായി. മോൻ ഉണ്ടായിക്കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ വലിയ കുഴപ്പം ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിലായിരുന്നു. നല്ല ഒരു ലൈഫായിരുന്നു അത്രയും നാൾ എനിക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ആഫ്റ്റർ കെയർ ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് കുഞ്ഞൊട്ടും ഉറങ്ങുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 3 ദിവസം എന്നൊക്കെ പറയുന്നത് ഡെലിവറി എല്ലാം കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം പാലും എടുക്കാൻ അറിയത്തില്ല. ഫസ്റ്റ് ടൈം പേരൻറ്റിങ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുഞ്ഞിനെ നോക്കി കുറേ നേരം ഇരിക്കും. അപ്പോൾ ഉറക്കം എന്താണെന്ന് ആ സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടയേർഡായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് തന്നെ തുടങ്ങിയത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞും ഉറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞു തുടങ്ങി ഇവൻ ഉറങ്ങുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു
മോളെ അങ്ങനെയാണ്, കുഞ്ഞ് അങ്ങനെയാണ്, ഒരു 6 മാസം ഒരു വർഷമൊക്കെ എടുക്കും പിള്ളേരുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ അത് നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ. അപ്പോൾ അത് ക്വയറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിയാണ്, അങ്ങനെയാണ് പിള്ളേരുടെ കാര്യം, അങ്ങനെയാണ്, എനിക്കും അറിയാം അത്. അപ്പം ഞാനത് വിശ്വസിച്ചു, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ചു. അങ്ങനെ ഒരു 6 മന്ത്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഈ 6 മന്ത്സിലെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത, കാരണം കുട്ടി ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും കാര്യമാക്കുമോ? ആരും കാര്യമാക്കില്ല, അത് നോർമലല്ലേ. പക്ഷേ ഇവൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇവൻ ഒട്ടുമേ ഉറങ്ങില്ല. അതായത് നമ്മളെടുത്ത് ഇവനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ പിടിച്ചാലൊന്നുമല്ല, ഇങ്ങനെ കുലുക്കി കുറേ നേരം ഇങ്ങനെ കുലുക്കണം. ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കൊച്ചിങ്ങനെ കിടന്നോളും. താഴെ വെച്ചാൽ കൊച്ച് കണ്ണും തുറന്നെഴുന്നേക്കും. പിന്നെ പകലാണെങ്കിൽ ഫുൾ ടൈം ഇവനെ എടുത്തോണ്ട് നടക്കണം. കൊച്ചിനെ എവിടെയെങ്കിലും ഇരുത്തിയിട്ടുണ്ട് ഇവനിങ്ങനെ ഇരിക്കുകയില്ല, കിടക്കുകയില്ല. കൊച്ചൊട്ടും കളിക്കുകയെന്ന് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല കൊച്ചിന്. ഫിസിക്കലി എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നോർമൽ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നോർമൽ മൈൽ സ്റ്റോൺ ഡെവലപ്മെൻറ്റ് എല്ലാം നോർമൽ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സ്ലീപ്പിൻ്റെ പ്രശ്നം മാത്രമേ ഇവനുള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതോ ബെഡിൽ കിടത്തിയിട്ടുണ്ട്, ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് പോലും നമുക്കൊന്ന് കണ്ണടച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് നമുക്കൊക്കെ അറിയാം ഓക്സിജൻ, അതുപോലെ വാട്ടർ, ഫുഡ്, ഇതൊക്കെ പ്രൈമറി നീഡ്സാണ്. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കമില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കും? അപ്പോൾ അത്രയും നാൾ ഉറക്കത്തിൻ്റെ ഒരു പ്രാധാന്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കൊച്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ നോർമലാണ്. അവൻ പിറ്റേ ദിവസം അവന് നമ്മളെടുത്തോണ്ട് നടക്കുകയാണ്. താഴെ കിടക്കുകയില്ല, ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നടക്കണം. പകൽ മുഴുവൻ ഇങ്ങനെ കുലുക്കി ആട്ടി കൊണ്ട് നടക്കും. രാത്രിയിലും എഴുന്നേറ്റിരുന്ന് കളിക്കൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കണം. അപ്പോൾ ആ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ രണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി, 2 പേർക്കും ദേഷ്യം. കാരണം ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു. കാരണം ഇവന് ഉറങ്ങുന്നില്ല, നമുക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ഇവൻ നമ്മുടെ വീട്ടിൽ പ്രെയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. കുർബാന കാണാൻ പോയാൽ കുർബാന കാണിക്കുകയില്ല, പള്ളീൻ്റെ ഇതിലെ കൂടെയൊക്കെ ഇവനിങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കും, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ വലിയൊരു അവസ്ഥയായിരുന്നു 6 മാസം വരെ. 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞ് സോളിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ റെഡിയാകും, വയറക്കാൻ. ബ്രസ്റ്റ് ഫീഡേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും കൊച്ച് നോർമലായിക്കോളും എന്നെല്ലാവരും പറഞ്ഞു. ഇപ്പം നമ്മൾ ആരോട് പറഞ്ഞാലും ആരും അതൊരു കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല, കാരണം ഉറക്കത്തിൻ്റെ ഒരു ഇഷ്യൂ അല്ലേ. 6 മാസം കഴിഞ്ഞപ്പം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല, അതിലും ശക്തമായ രീതിയിൽ തന്നെ കൂടി വന്നു. പിന്നെ നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ചെറിയൊരു ആശ്വാസം കിട്ടി. കാരണം അവരിങ്ങനെ നടന്നോളും, നമ്മൾ പിന്നാലെ നടന്നാൽ മതി, എടുക്കണ്ട. അത്രയും നാളിങ്ങനെ എടുക്കണമായിരുന്നു, കണ്ടിന്യൂസ് എടുക്കണമായിരുന്നു. രാത്രിയിലാണ് ഇരുന്ന് കളിക്കുകയില്ലല്ലോ, രാത്രിയിലും എടുക്കണം. അപ്പോൾ തൊട്ടിൽ മേടിച്ച് ഇതിനകത്ത് ആട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. എപ്പോൾ ആട്ട് നിർത്തുന്നോ അപ്പോൾ കുഞ്ഞെഴുന്നേക്കും. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. ഒരു 5 മിനിറ്റ് പോലും കൊച്ച് റെസ്റ്റ് ഇങ്ങനെ കിടക്കൂല, അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാനിങ്ങനെ തമാശയായിട്ട് പറയുമായിരുന്നു, വല്ല ചെകുത്താന്മാരും ഇതിലേ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർ വരെയും പേടിച്ചോടുന്നു. കാരണം കൊച്ചും നിലവിളിക്കും, ഞാനും നിലവിളിക്കും രാത്രിയിൽ വലിയ ഒച്ചയിൽ. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, എൻ്റെ മാനസികമായി എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ നിലവിളിക്കും, കൊച്ചും കുറഞ്ഞ് നിലവിളിക്കും. അമ്മ ഹസ്ബൻഡിന് പിറ്റേ ദിവസം ജോലിക്ക് പോകണം, എങ്കിലും എനിക്ക് നോക്കിത്തരും, ഒരു 2 മണിക്കൂറൊക്കെ നോക്കിത്തരും. ആ 2 മണിക്കൂറാണ് 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഉറങ്ങണ ഒരു സമയം എന്ന് പറയുന്നത്. എന്നെ കഴിവിൻ്റെ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത് വലിയൊരു ആശ്വാസമായിരുന്നു. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഡോക്ടറെ കാണിക്കാം. 1-1.5 വയസ്സായി, അത്രയും നാളും കൊണ്ട് കിടന്നു. അന്ന് ഇനി ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ച് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് നമുക്കൊക്കെ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണുണ്ട്, നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ്. ആ ഹോർമോൺ കുറച്ച് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹോർമോണല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ സമ്മതിച്ചു. അങ്ങനെ മെലറ്റോണിൻ സ്റ്റാർട്ട് ചെയ്തു, യാതൊരു മാറ്റം ഉണ്ടായില്ല. മെലറ്റോണിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് തന്നെ കണ്ടിട്ട് ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇവൻ ഇങ്ങനെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്തൊക്കെ ഒരാളിങ്ങനെ നിൽക്കും, അടുത്ത ആൾ കൊച്ചിനെ കൊണ്ട് ഇറങ്ങിക്കോണം. കൊച്ചൊരു വാക്ക് പറയാൻ സമ്മതിക്കില്ല, കരഞ്ഞോണ്ട് നിൽക്കും, ഏത് നേരവും കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിരിവിരുത്തോണ്ടിരിക്കും. അപ്പോൾ ഡോക്ടർക്ക് ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണ് ഇവൻ്റെ ബ്രെയിൻ സ്റ്റഡി നമുക്ക് ചെയ്യാം. അതിനും കൊച്ച് ഉറങ്ങാതെ ബ്രെയിൻ സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല.
ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. ഒരു ദിവസം അഡ്മിറ്റായി. EEG എന്ന് പറഞ്ഞൊരു ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൻ ഉറങ്ങണം, പക്ഷെ ഇവൻ ഉറങ്ങുന്നില്ല. അപ്പോൾ ഡോക്ടർ ഹൈ ഡോസിൽ സെഡേറ്റീവ് ഇവന് കൊടുത്തു. അങ്ങനെ ഹൈ ഡോസിൽ സെഡേറ്റീവ് കൊടുത്തിട്ട് പോലും ഈ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ വളരെ ഹൈ ഡോസിൽ പോയപ്പം കുറച്ചൊന്ന് ഉറങ്ങി കിട്ടി. ആ കുറച്ച് നേരത്തെ EEG സ്റ്റഡി ഞങ്ങൾ ചെയ്ത് ആ സ്റ്റഡിയൊക്കെ നോർമലായിരുന്നു. നോർമൽ ബ്രെയിൻ, നോർമൽ ഡെവലപ്മെൻറ്റ്, കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആർക്കാ കുഴപ്പം? കൊച്ചിനെ നോക്കുന്നത് നമ്മൾക്കാണ് കുഴപ്പം, കൊച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ, പക്ഷേ ഇവനിങ്ങനെ ഉറങ്ങാതിരുന്ന ഇവൻ്റെ ക്യാരക്ടേഴ്സ് കൂടുതലും വൾഗറാവും. കാരണം വെച്ചാൽ ഇവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കൂല, ഇവന് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഡെവലപ്മെൻ്റ് ഒക്കെ നോർമലാണ്, ഇറിറ്റേറ്റഡ് ആണല്ലോ, ബേബി ഇങ്ങനെ കറങ്ങി നടക്കുള്ളൂ. അപ്പോൾ അവൻ ഉറങ്ങാത്തതുണ്ട്. അപ്പോൾ ഇവന് വേണ്ടി നമുക്ക് സെഡേറ്റീവ് കൊടുക്കാം എന്ന് പറഞ്ഞു. സാധാരണ അമ്മമാർക്ക് സെഡേറ്റീവ് കൊച്ചിന് കൊടുക്കാമെന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് വിഷമിക്കും. പക്ഷേ എനിക്കിങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല. കാരണം എനിക്കൊന്ന് ഉറങ്ങണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷത്തോടെ സെഡേറ്റീവ് ഒക്കെ മേടിച്ച് ഞാൻ വന്ന് സെഡേറ്റീവ് ഞാൻ കൊടുത്തു, സ്റ്റാർട്ട് ചെയ്തു. വലിയ പ്രതീക്ഷയിൽ ഞാൻ അന്ന് രാത്രി കൊടുത്തു, പക്ഷെ ഉറങ്ങിയില്ല. പിറ്റേ ദിവസവും കൊടുത്തു, പിറ്റേ ദിവസം ഉറങ്ങിയില്ല. അപ്പം ഞാൻ എന്ന് വിചാരിച്ചു. പിന്നെ ഡോക്ടറെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഉറങ്ങണില്ല. അപ്പം പറഞ്ഞു കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക, ഡോസ് കൂട്ടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോസും കൂട്ടി കൊടുത്തു. എന്നിട്ടും കൊച്ചു ഉറങ്ങണില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേറെന്തോ തകരാറാണ്, ഇത് മെഡിക്കലി ഉള്ളതൊന്നും അല്ല എന്ന് എനിക്ക് ആ നിമിഷം ഞാൻ ഓർത്തു. അപ്പോഴാണ് ഞാൻ അത്രയും നാളത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു കേവല വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അല്ലാതെ അതിൽ കവിഞ്ഞൊരു വലിയ വിശ്വാസമൊന്നും എനിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ. അപ്പം എനിക്കൊരിത് ഈശോനോടൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഈശോനോടായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. മാതാവിനോട് വലിയൊരു ഇതില്ല, പക്ഷേ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ മാതാവിലുള്ള വിശ്വാസം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ഈശോ ഈ മാതാവ് അമ്മയല്ലേ, അങ്ങനെ എന്തോ ഒരു വാക്ക് അമ്മേനോട് പറഞ്ഞു, ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പോൾ മാതാവ് അമ്മയല്ലേ, മാതാവിനോട് നീ പറ എന്ന് എപ്പോഴും അമ്മ സംസാരിച്ചു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അതെനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സ്പാർക്ക് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയോ, ഈശോനെ വളർത്തിയത് മാതാവല്ലേ. അപ്പം മാതാവിനോട് ചോദിച്ചു എന്താ അതൊരു അമ്മയല്ലേ, ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ല, അപ്പോൾ മാതാവിനോട് പറയാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ് വീട്ടിൽ തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ ആരാധന നൊവേനയൊക്കെ നടത്തിയെങ്കിലും കാര്യമായിട്ടൊരു മാറ്റം അന്നൊന്നും കണ്ടില്ല. ചില ദിവസങ്ങളിൽ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാറ്റം ആയിരുന്നില്ല. കുറച്ചൊക്കെ ഉറങ്ങി തുടങ്ങി, പക്ഷെ അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കൃപാസനത്തിന് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഓൾറെഡി കൃപാസനത്തിൽ 2021 വന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് ഉടമ്പടി ജീവിതം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാനതോർത്ത് മനസ്തപിച്ചു. ഞാൻ അപ്പോൾ തിരിച്ചു വരാം, ഇവിടെ തന്നെ എന്തായാലും വരാമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്തായാലും ഇവിടെ തന്നെ വരണം, ഇതിൽ റെഡിയാവും എന്നെനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്നെ വെറുതെ നാണം കെടുത്തത് തന്നെ. കാരണം എനിക്ക് യോഗ്യതയൊന്നുമില്ല, പക്ഷെ ഞാനിങ്ങനെ തോരാ എല്ലാവരോടും പറയുന്നുണ്ട് മാതാവിനെ പറ്റി. അപ്പോൾ എന്നെ നാണം കെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി. പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്, 7-ാം തീയതിയാണ്, ഡിസംബർ 7-ന് വന്നത്. ആ ഡേറ്റ് തന്നെയായിരുന്നു. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ ചുറ്റിനും നോക്കിയപ്പോൾ ഇവിടെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നൊക്കെ വരുന്ന മണമാണെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിൽ കയറിപ്പോയി. ആ ഹോളിലിരുന്ന് ഞാൻ എഴുതുമ്പോൾ ഒക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ഞാൻ നോക്കി മുല്ലപ്പൂ ഉണ്ടോയെന്ന്, അവിടെ ഒരു മുല്ലപ്പൂവും ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് വിശ്വാസം, കാരണം ഞാൻ എഴുതുമ്പോൾ ഒക്കെ ആയിരുന്നു ഈ സ്മെല്ല് വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറേ കൂടെ എൻ്റെ വിശ്വാസം കൂടി. അങ്ങനെ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അന്ന് രാത്രി കൊച്ച് ഉറങ്ങിയേയില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു പരീക്ഷണമാണ്, ഉറപ്പാണ്, ഇതെന്നെ മാതാവ് പരീക്ഷിക്കണതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് രാത്രി ഇവ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. പിറ്റേ രാത്രിയൊക്കെ അങ്ങനെ ഇവിടെ വന്ന് പോയിട്ട് ഒരാഴ്ച ഭയങ്കര ബഹളമായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി മാതാവ് ചെയ്യുന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ പാവപ്പെട്ട സ്റ്റുഡൻസിനൊക്കെ കൊടുത്ത്, അതാണ് എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ടുള്ളത്. കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചു കുഞ്ഞ് ഉറങ്ങുന്നു. ഒരു ദിവസം ഇവൻ ഉറങ്ങുന്നു,
രാത്രി തൊട്ടീന്ന് എടുത്ത്, അന്ന് തൊട്ടീന്ന് എടുത്ത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കിടത്തും. അങ്ങനെ ഞാൻ ഫീഡ് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെയാണ് ഞാനന്നിങ്ങനെ കിടക്കുന്നത്. തൈലം തേച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി തൈലം തേച്ച് നെറ്റിയിൽ തൂത്ത് കൊടുത്ത് എല്ലാ ദിവസവും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഹസ്ബൻഡ് തൊട്ടീന്ന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് കിടത്തിയിട്ട് ഹസ്ബൻഡ് പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവൻ ഉറങ്ങുന്നു. അങ്ങനെ ഒരു 7:30 വരെയൊക്കെ ഇവൻ കിടന്നുറങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ഉറങ്ങുന്നു. ഒരു 10:30 വരെ കുഞ്ഞ് ഉറങ്ങുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇത് മാതാവ് ചെയ്തു തന്ന. പക്ഷെ എന്നാലും എനിക്കൊരിത് ഒന്ന് നോക്കാം. പിറ്റേ ദിവസം കുഞ്ഞ് ഉറങ്ങണം, അതിൻ്റെ പിറ്റേ ദിവസം ഉറങ്ങണം. അങ്ങനെ ഉറങ്ങി വരുന്നു. അങ്ങനെ ഒരാഴ്ച ഉറങ്ങി, ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് ഉറങ്ങി. എനിക്ക് എന്താ പറയുക, എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമായിരുന്നു. കാരണം എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ടയേർഡായിരുന്നു. ഇങ്ങനെ ഒടിഞ്ഞു തുപ്പുങ്ങിയായിരിക്കും നടക്കുന്നത്. കാരണം അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പോൾ മാതാവിന് ഒരുപാട് നന്ദി പറയാണ്. ഉറപ്പാണ് എനിക്ക് ഈ മാതാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള മാതാവാണ്. നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവൃത്തികൾ ഒരുപാട് ചെയ്തു. ഞാൻ മരിച്ചവർക്ക് വേണ്ടിയിട്ട് വിസ്തുർബാനയ്ക്ക് പൈസ കൊടുത്തു. അവരുടെ പേരിൽ വിസ്തുർബാനം കഴിപ്പിച്ചു. പിന്നെ ചെയ്തത് പാവപ്പെട്ട സ്റ്റുഡൻസിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ രോഗി സന്ദർശനം എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്തത്. കുഞ്ഞിന് അലർജിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അലർജിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവന് നമുക്ക് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റ്, എഗ്ഗ്, പീനട്ട്, സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സ് ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞിൻ്റെ ദേഹത്തിങ്ങനെ റാഷസ് ആയിട്ട് വരികയും കുഞ്ഞ് കുറച്ചുകൂടി ആക്ടിവിറ്റി കൂടുന്നതായിട്ട് നമുക്ക് തോന്നി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ യാതൊരു സാധനങ്ങളും കുഞ്ഞിന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ തൈലം തൊട്ട് ഞാൻ അവൻ്റെ നാക്കിലും വെച്ച് കൊടുക്കുമായിരുന്നു. നാക്കിലും നെറ്റിലും ഞാൻ തൂത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവന് യാതൊരു അലർജിയുടെ പ്രശ്നവുമില്ല. ഞാൻ എല്ലാ ഫുഡും അവന് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫുഡും അവൻ നന്നായി കഴിക്കണമുണ്ട്, നന്നായിട്ട് ഉറങ്ങണമുണ്ട്. അപ്പോൾ ഈ ഉടമ്പടി വഴി ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം. വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഞാനിപ്പോൾ ഉറച്ച് വിശ്വസിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നന്മ ആണ് ദൈവം അളക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആത്മാർത്ഥതയും, അതായത് ഞാൻ കുറേ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ക്ഷമിക്കാൻ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ക്ഷമിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. എന്നെ കളിയാക്കി ഒരു കുറ്റം പറഞ്ഞു. അങ്ങനെ കുറേ ആൾക്കാരോട് എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്നു. ശരിക്കും ഞാൻ നന്നായിട്ട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാതാവിനോട് കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞ് അങ്ങനെ സോൾവ് ചെയ്തു. പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളും. ഇത് മൂന്നാണ് ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇപ്പം എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നല്ലൊരു ജീവിതം തന്ന് എനിക്ക് മാതാവ് നല്ലൊരു ഹസ്ബൻഡിനെയും കുഞ്ഞിനെയൊക്കെ തന്ന് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. എല്ലാ തരത്തിലും മാതാവിന് ഞാൻ നന്ദി പറയാണ്. അങ്ങനെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ സാക്ഷ്യം നിർത്താണ്.